അതിനെ പറ്റി കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് അങ്ങോട്ട് ചരക്കൊന്നും വന്നില്ലല്ലോ. പിള്ളേരൊക്കെ നല്ല വിഷയമാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഒന്ന് പോലീസ് പിടിച്ചതായി. പോലീസോ? ആ പോവല്ലേ, അതൊരു ഒറ്റാടാ. ഒറ്റോ? അവൻ ആരാ എന്നാന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ എന്നേലും ചെയ്യാൻ പോയി കഴിഞ്ഞാലേ അത് ഇച്ചിരി പ്രശ്നമാവും. ദേഹം നനങ്ങിയിട്ട് കുറച്ചായേ, എന്നാ ചെയ്യണ്ടേ? പറമ്പി വല്ല പണിയും ചെയ്യുപോയി. 2 ഡയലോഗ് പറഞ്ഞ് അവനെ ഒന്ന് പേടിപ്പിച്ച് ദൂർച്ചാ മതി. നീ ആളെ കാട്ടിത്താ. അവന്റെ മുട്ട് തുറക്കുന്ന കൂടെ ഡയലോഗ് എന്റെ നാക്കിന്റെ തുമ്പത്തിരിക്കുന്നു. ഒപ്പിക്കളാന്ന്. അയ്യോ പോയി. നിന്റെ ടൂൾസ് വല്ലതും ഉണ്ടോ? എൻ്റെ ഒരു പിന്നുണ്ട്. എന്തിനാ? എന്നാ ഇവിടെ കുത്ത് തന്നാണ്ടല്ലോ ഓർണോട്. എടാ അവനെ പേടിപ്പിക്കാൻ പോകുമ്പോൾ വല്ല കത്തിയും കയ്യിലുണ്ടോന്നാ ചോദിച്ചത്. എൻ്റെ കൈയാണ് എൻ്റെ ആയുധം. ഞങ്ങൾ കുറച്ച് മാന്യന്മാര് ഈ നാട്ടിലെ കുറച്ച് പിള്ളേരെ സെറ്റൊക്കെ ആയിട്ട് ശാലം ബിസിനസ്സൊക്കെ ചെയ്യും. നീ അതിനകത്തൊന്നും കയറി ഇടപെട്ട് കൂടുതൽ നാട് നന്നാക്കാനൊന്നും നടക്കണ്ട. നീയൊക്കെ ഈ നാട്ടിലെ പിള്ളേരെ വെച്ചോണ്ട് എന്ത് ബിസിനസ്സാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മര്യാദയൊക്കെ നിർത്തി നന്നാകുന്നതല്ല നല്ലത്. നീ ആരെയാണോ ഈ പേടിപ്പിക്കുന്നേ? എന്നെയോ? നീ ആ പുറകിലോട്ടൊന്ന് നോക്കിക്കേ. പഴുത്തിട്ടില്ലോ. ഇത്തോടെ നീ പോയ കാര്യം തീർത്തോ? തീർക്കുന്നതിന് മുമ്പ് ഞാനിങ്ങ് പോന്നു. എങ്ങനെയാ അവൻ ശരിക്കും പേടിച്ചോ? നമ്മുടെ കാര്യത്തിൽ ഇനി അവൻ ഇടപെടുവൊന്നുമില്ലല്ലോ. പേടിച്ചോന്നോ? പേടിച്ചിട്ട് കിടുകിടാ ഇറക്കി വരുന്നത്. പിന്നെ ഭയങ്കര ഒരു പനിക്കോള്. ഈ കാലാവസ്ഥയിലൊക്കെ ഞാൻ പോകുന്നു. പാരസെറ്റമോൾ ഗുളിക ഉണ്ടോടാ? ഗുളികയുണ്ട്, ഗുളിക കഴിക്കാം. അല്ല എനിക്ക് ഈ ഇവിടുത്തെ ഗുളിക വെച്ച് ശരിയല്ല. നാട്ടിലെ ഗുളിക. ഇങ്ങനെ കുറച്ചാളത്തിന് കൊട്ടേഷൻ ഒന്നും വിളിക്കല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പെട്ടെന്നൊരു പനിയോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചേർക്ക ചേട്ടായി വന്ന് നിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? ആ ഒരു ചേട്ടായി വന്നായിരുന്നു. ചേട്ടൻ്റെ അടുത്ത് എല്ലാം ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ചേട്ടായി നിന്നോട് പറഞ്ഞില്ലേ? ഞാൻ ഇന്ന് ചോദിച്ചു നോക്കട്ടെ. എന്നുവെച്ചാ തമിഴാരിങ്ങാണോ? വേണ്ട. ഇത് പഴുത്തിട്ടില്ലേ? അല്ലേ